ഇതാണ് മുതല്. നമ്മുടെ മണിത്താറാവ് എന്ന് പറയുന്ന സാധനം. ഇപ്പൊ ഇതിനെ ഫ്രൈ ആക്കി നിങ്ങളുടെ ടേബിളിലോട്ട് അങ്ങ് തരുക. വിനയ് ചേട്ടാ, എന്തോ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, താറാവെന്ന് പറയുമ്പോ എല്ലും കൂടെ ഉള്ളു ഒരു വെള്ള നിറവാ. ഇതേലോട്ട് നോക്കി, ഇത് നമ്മുടെ ഇത് പോത്തിറച്ചി മാറി കോർമല കോർത്താ കൊണ്ടിരുന്നത്, അല്ലാതെ ചത്ത സാധനം നമ്മൾ ചന്താനി മേടിക്കുന്ന കൂട്ടല്ല. ഇല്ല, മന്നാൻ അവിടെ നിന്ന് കൊണ്ടുവരുന്ന തോട്ടി പിടിക്കുന്നുണ്ട്. ഉണ്ട്. താഴത്തെ തോട്ടി നിങ്ങളവിടെ പോയായിരുന്നല്ലോ, തോട്ടി പിടിക്കുന്നുണ്ട്. പുഴയില് 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ചായക്കട നിൽക്കുന്നു. 9:30 ആകുമ്പോ തൊട്ട് മുറ്റത്താ ചായക്കട. അപ്പം അവിടുന്ന് നേരെ സ്കൂളിൽ കയറുന്നു. 11 ബെല്ലടിക്കുമ്പോ ചാടി വരും. ടീച്ചർമാർക്ക് ചായ കൊണ്ടു കൊടുക്കാൻ. പപ്പിന്റെ കൂടെ നിങ്ങൾ അങ്ങ് എടുത്തു. അത് ഞങ്ങക്ക് വേണ്ട. പപ്പും കൂടെ പപ്പും കൂടെ അതിന്റെ എല്ലും ബേസിയൊക്കെ വരും നിങ്ങൾ എടുത്തു. ആനപ്പുറത്തൊക്കെ കയറിയിട്ടുണ്ട്, കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ ഇനി കയറാത്ത ഈ വിമാനത്തിലും എനിക്കെന്നാ അയറഞ്ചൊല്ലി 3-4 ഏക്കർ സ്ഥലം ഉണ്ട്. അതിനകത്ത് കുറെ കാപ്പി അങ്ങ് വെച്ചാലും വെള്ളികുളം കാപ്പി വെക്കാൻ ഏറ്റവും നല്ലത്. 4 ഏക്കർ ഉണ്ട് എന്റെ അപ്പൻ വെള്ളികുളത്ത് തീക്കോയി. എന്തോ ഇത് തന്നെ ഗോതമ്പ് ഇച്ചിരി ചോറും നമ്മുടെ ഇത് താറാവിന് കൊടുക്കാനാ. മണിത്താറാവിന് കൊടുക്കാനോ? എപ്പോഴൊക്കെ കൊടുക്കുന്നേ? ഇത് രാവിലെ ഒരു നേരം കൊടുക്കുന്നേ ഉള്ളൂ. രാവിലെയോ? രാവിലെ എന്ന് പറഞ്ഞാൽ ഒരു 10 മണിയൊക്കെ ആകുമ്പോഴത്തേനും കൊടുക്കും. എപ്പോഴെങ്കിലും വന്ന് കൊടുക്കും. എപ്പോഴെങ്കിലും എന്ന് പറഞ്ഞാൽ ഒരു ഉച്ചയ്ക്ക് കൊടുക്കണില്ല. നിക്കല്ലേ വെള്ളവും കൂടുവന്ന് കഴുകിയിടും അല്ലേ? ഇപ്പൊ എത്ര എണ്ണം ഉണ്ട്? ഇപ്പൊ ഒരു 10-30 എണ്ണം ഉണ്ട് മൊത്തം. ആണോ? ബാക്കി വേറെ താറാവിനെ മേടിക്കണം. അതിനെ കൂടുന്നതാ പണിതിട്ടേക്കുന്നത്. അപ്പോഴേ ഈ സാധനത്തെ ചെറുതായപ്പോ മേടിച്ചതല്ലേ? ഇത്ര ആക്കി ഇനിയിപ്പോ ഇവരെ ഒന്ന് സെയിലാക്കണം. അതിന് 2 എണ്ണം മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം അങ്ങനെയൊക്കെ ഇരിക്കുമ്പം നമുക്കും വലിയ ദോഷമില്ലാത്ത രീതി വരുമായിരിക്കും. പക്ഷെ ഈ ഗോതമ്പൊക്കെ വില കൊടുത്ത് മേടിക്കുന്നുണ്ട്, നമുക്ക് മുതലാകുകയല്ല. പൂനെയൊക്കെ നെയ്യോ? പൂനെ ഇവിടെ കൊടുക്കുവാണോ? പെടയെ നിർത്തും. പെട മുട്ട ഇടുന്നല്ലേ. കഴിഞ്ഞ ദിവസം നമ്മള് കുമരകത്തിന് ബോട്ടേ പോയില്ലേ? അന്നേരം ഒന്ന് പറഞ്ഞായിരുന്നു ഇതിനെ 2 എണ്ണത്തിനെ പിടിച്ചോണ്ട് പോയി നമുക്ക് അവിടെ ഇട്ട് അവിടെ സംഗതി ഫിറ്റ് ചെയ്യാറുണ്ട്, സൈസാക്കായിരുന്നു. അപ്പം വിനോദ് ചേട്ടൻ പൂവനെ കൊടുക്കുന്നുണ്ടെന്നുള്ള കാര്യം എനിക്ക് അറിയത്തില്ലെന്നായി. അത്ര നമ്മൾ ആദ്യമേ അറിയത്തില്ലായിരുന്നല്ലേ? പോയില്ലേ? എങ്ങനെയായിരുന്നു ബോട്ട് കയറ്റം? എങ്ങനെ ഉണ്ടായിരുന്നു? ബോട്ട് കയറ്റം അടിപൊളി. ജീവിതത്തിൽ ഇത്ര ഒരു രസകരമായ പരിപാടി ഇനി വിമാനത്തിലും കൂടെ ഒന്ന് കയറിയാൽ മതി. വിമാനത്തിലൂടെ ഒന്ന് എറിയാൽ മതി. എനിക്കിപ്പോ ഒരെണ്ണത്തെ തരുവാണെങ്കിൽ എങ്ങനെ തരും? ചേട്ടന് തരുവാണെങ്കിൽ ഇതിന് പൂവിനെ തരുവാണെങ്കിൽ 1000 രൂപ വേണം. 1000 രൂപ പൂവന് 2-2.5 കിലോ ഉണ്ട്. കോഴിക്ക് 200 രൂപ വിലയായി. 1 കിലോ കോഴിക്ക് 200 രൂപ വിലയായി. അപ്പൊ ഇത് മണിത്താറാവും സാധാ താറാവായിട്ടുള്ള വ്യത്യാസം. ഇത് ഭയങ്കര ഔഷധ ഗുണമുള്ള സാധനമാണ്. ആണോ? ഇതിന് മുട്ടയാണെങ്കിലും മുഴുപ്പും കൂടുതലുണ്ട്. മറ്റേ താറാവിനെക്കാളും സാധാ താറാവിനെ വളർത്തുവാണോ അതോ മണിത്താറാവിനെ വളർത്തുവാണോ മെച്ചം? സാധാരണ താറാവിനെ വളർത്താൻ നമുക്ക് ഇച്ചിരി ലാഭവും ഇച്ചിരി മെച്ചവും. അതിനെങ്ങനെയാകുന്നത്? അതിനെന്താ വെച്ചാൽ ഇതിന് ഇച്ചിരി തീറ്റയും കൂടുതൽ വേണം. ഇതെല്ലാത്തിനും പകുതിയും ചിലപ്പോ പൂമാരായി പോകും. മറ്റേത് പൂവനാണെങ്കിലും നമുക്ക് അതിനെ പിടിച്ച് കൊല്ലാൻ കൊടുത്തു കഴിഞ്ഞാലും അത്ര പൈസ മുടക്കുള്ളൂ. ഇതിന് ഇച്ചിരി പൈസ മുടക്ക് കൂടുതല. അപ്പൊ അങ്ങനെ വരും നമുക്ക് സാമ്പത്തികമായിട്ട് കുറഞ്ഞു വരും. രോഗങ്ങളൊന്നും കാര്യമായിട്ടൊന്നുമില്ല. അത് എല്ലാം ഒരുപോലെ തന്നെയാ പോകുന്നത്. മണിത്താറാവിനെ മേടിച്ചിട്ട് എത്ര നാളായി? ഇതിനെ മേടിച്ചിട്ട് ഇപ്പൊ ഒരു 10 മാസത്തോളം ആയുള്ളൂ. മൊത്തത്തിൽ ഇത് ലാഭകരമാണോ അല്ലയോ? ഇത് ഇപ്പം വലിയ മെച്ചമില്ല. വലിയ മെച്ചമില്ല. ഈ തീറ്റ കൊടുക്കയാ മുതലായാല 20 രൂപ വെച്ച് കൊടുക്കണം ഗോതമ്പിന്. ഈ അരിയും മേടിച്ച് കഞ്ഞിയും വെച്ച് കൊടുക്കണം. അവിടുന്ന് ഇവിടെ വന്ന് വെച്ച് ഇതിന് തിന്നാൻ കൊടുക്കണം, കൂട് കഴുകണം. ഞാനൊക്കെ അതിലും പേരും 2 നാട്ടുകുഞ്ഞുങ്ങളെ മേടിച്ചു കൊടുക്കും. 5 മാസമാകുമ്പോ പെറും. അതും ശരിയാണ്. ഞാനിപ്പോ ഒരെണ്ണത്തെ എടുക്കുക. അപ്പൊ ഇതിനെ ഒന്ന് സൈസാക്കി തരുവോ? സൈസാക്കി അല്ല, കറിയാക്കി പ്ലേറ്റിൽ ടേബിളെ വെച്ച് തരും. അതൊക്കെ ഇച്ചിരി എക്സ്ട്രാ ഒക്കെ ഉണ്ട്. ലൈവ് പ്രോഗ്രാം ആയിട്ട് വലിയ സ്റ്റാർ ഹോട്ടലിൽ കാണുന്നല്ലേ, അന്നേരം തന്നെ പിടിക്കുന്ന സൈസാക്കി കറിയായിട്ട് നമ്മുടെ ടേബിളെ വരുന്നു. അതിന് തന്നെ റേറ്റ്? അതിനിപ്പം നമ്മൾ തമ്മിലാകുമ്പോ അങ്ങനെ വലിയ റേറ്റ് ഒന്നും നമ്മൾ കാര്യമായിട്ട് ചോദിക്കുന്നില്ല. എങ്ങനെ വരും? അതിപ്പോ എല്ലാം കൂടി 2000 രൂപ കൂട്ടിക്കും. 2000 രൂപ ഇതിന്റേതും ഇതിന്റെ എല്ലാം കൂടെ കൂട്ടി. അപ്പൊ പപ്പന്റെ കൂടെ നിങ്ങൾ അങ്ങ് എടുത്തോ. അത് ഞങ്ങക്ക് വേണ്ട. പപ്പും കൂടെ അതിന്റെ എല്ലും ബേസിയൊക്കെ വരും നിങ്ങൾ എടുത്തു. ഏതായാലും ഒരു കാര്യം ചെയ്യാം, ഒരെണ്ണത്തെ പിടിച്ച് നമുക്ക് ഒന്ന് ഫിറ്റ് ചെയ്യാം. ഓക്കെ, ആയിക്കോട്ടെ. ചാക്കുണ്ടോ? ചാക്കുണ്ട്. അന്നെടുത്തു. ചാക്ക് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്. നന്നായി.
ആദ്യം കാണിച്ചു കഴിഞ്ഞാലേ ബിനോയുടെ 1000 എന്നുള്ള കേറി പോകുന്ന എനിക്കറിയാം. ചിലപ്പോ ഇത്ര അല്ല കൂടെ കിടക്കാൻ തുടങ്ങിയിട്ട് ഇത്ര ആളായില്ലേ. രാപ്പനെ എനിക്കും അറിയാം. പിടിച്ചോ. എന്റെ ചെറുകനെ പിടിച്ചേ. അതെന്നെ ബിനോയ് ചേട്ടാ അത് പൊളിച്ച് കളയാനുള്ള കാണിച്ചേ. കാണിച്ചേ. എന്നാ ഇത് സവോളിന്റെ അകത്തിരിക്കുന്ന ചെളിയാ. ചെളിയോ? ഇത് ഫംഗസ് അല്ലേ? അതാണോന്ന് അറിയത്തില്ല. അതിന്റെ 2 തൊലിയും കൂടെ പൊളിച്ച് കളയുമ്പോ ഇതുപോലെ ആയിക്കോളും. ഓ എന്റെ ദൈവമേ, ഇത് ഇത് കൂട്ട് സാധനം അല്ല, ഇത് ഫംഗസ് ആണ്. ഇതൊന്ന് കഴുകി ചുമ്മാ ഒന്ന് വെള്ളത്തിൽ കഴുകിയിട്ട് 2 കണ്ടിയിലും കണ്ടിച്ച് സദ്യക്കിടും. അല്ല ഇത് മുഴുവൻ കഴുകിക്കൊണ്ടിരിക്കാൻ പറ്റുമോ? കണ്ടോ ഇതിനകത്ത് വരുന്നിരിക്കുന്നേ. ഇത് നമ്മൾ കടയിൽ പോയി ഇതുകൊണ്ട് കൈയൊക്കെ ഇരിക്കുന്ന കണ്ടോ? ഇത് കണ്ടോ പറ്റി കയറുന്നേ. ഇതൊക്കെ കഴിച്ചു കഴിഞ്ഞാൽ വയറ്റിൽ പ്രശ്നം ഉണ്ടാക്കുന്നേ. ബിനോയ് ഇതെല്ലാം ക്ലിയർ ചെയ്താണ് സംഭവം എടുക്കുന്നേ. അതൊക്കെ അതല്ലേ. പക്ഷെ ഇതിന്റെ 2 തൊലിയും കൂടെ പൊളിച്ചാൻ കളയും. എന്നിട്ട് നല്ലപോലെ വെള്ളത്തിലിട്ട് കഴുകും. അതിനെ ഇതിനകത്ത് വെച്ചേക്കണം. എന്നിട്ട് അരിയുള്ളൂ. എന്നൊക്കെ ഇതിനകത്ത് ചേർക്കുന്നേ? തറവനകത്തോ? തറവനകത്ത് വെളുത്തുള്ളി, ഇഞ്ചി. വെളുത്തുള്ളി ഇതാണ്ട് കിടക്കുന്നത്. ഇഞ്ചി പറിച്ചില്ല, ഇഞ്ചി പറമ്പിൽ നിന്ന് പറിക്കുവോ. മുളക്, പച്ചമുളക്, തക്കാളി, കാന്താരി ഉണ്ട്. കാന്താരി വേണ്ട, കാന്താരി കപ്പയ്ക്ക, സവോള, ക്യാരറ്റ്. ഇത്ര സാധനം ഇട്ട് അങ്ങോട്ട് വഴറ്റും വെളിച്ചെണ്ണയ്ക്കകത്ത്. അത് കഴിഞ്ഞിട്ട് വഴറ്റി കഴിയുമ്പം ഈ ഇറച്ചി അതിനകത്ത് ഇടും. എന്നിട്ട് പൊടികളും കൂടി ഇട്ട് വഴറ്റുന്നേ. എന്നിട്ട് ഇവനെ ഇട്ട് വെച്ച് അത്യാവശ്യം വെള്ളം ഒഴിച്ച് മൂടി വെക്കും. നമുക്കൊന്ന് കാണാം. നമ്മള് തുടങ്ങിയാ പിന്നെ നിർത്തിയല്ല. അത് ആ സവോളയിലെ കളഞ്ഞോണം കേട്ടോ. കഴി കളഞ്ഞോണം ഫംഗസ് ആണ്. ആരും ശ്രദ്ധിക്കുകയല്ല. ഇല്ല, ഞാനതാ നോക്കിയാ ചെയ്യുന്നേ. ഹോക്കിപ്പണിയൊക്കെ പഠിച്ചിട്ടുണ്ടോ? ഉണ്ട്, അത്യാവശ്യം. ഞാൻ 6ാം ക്ലാസ്സിൽ പഠിക്കുന്ന അന്ന് പോലെ ചായക്കടപ്പണിയിൽ കയറിയതാ. എന്റെ വീട്ടിൽ വലിയ സാമ്പത്തികമൊന്നും ഇല്ലായിരുന്നു. ഞങ്ങൾ കൂലിപ്പണിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഒരേ ഇടപാടായിരുന്നു. അപ്പൊ 6ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ചായക്കട നിൽക്കുന്നു. 9:30 ആകുമ്പോ തൊട്ട് മുറ്റത്താ ചായക്കട. അപ്പം അവിടുന്ന് നേരെ സ്കൂളിൽ കയറുന്നു. 11 ആകുമ്പം ബെല്ലടിക്കുമ്പോൾ ചാടി വരും. ടീച്ചർമാർക്ക് ചായ കൊണ്ടു കൊടുക്കാൻ. അപ്പൊ എന്റെ മുതലാളി കുഞ്ഞോച്ചേട്ടൻ എന്ന് പറയും, മരിച്ചുപോയി. പുള്ളി ഒരു 1/4 ഗ്ലാസ് ചായ എനിക്കും തരും. ആദ്യമേ കുടിച്ചോടാന്ന് പറയും. എന്നെ വലിയ ഇഷ്ടമാണ്. പുള്ളിയുടെ ഒരു മകളും ഞാനും ഒന്നിച്ച് പഠിക്കുന്നതുവാ. മറ്റേ പറയാ താമസിക്കുന്നത്. അവരിപ്പം ഭയങ്കര പൈസ ഒക്കെ ആയി. കല്ലൂർക്കാടാണ് ഇവിടെ ആയവന. അപ്പൊ അങ്ങനെയൊക്കെ 9ാം ക്ലാസ്സിൽ വരെ പഠിക്കുന്നോടം വരെ ഈ കടയിൽ നിന്നു. അതുകൊണ്ട് അത്യാവശ്യം പരിപാടികളെല്ലാം പഠിച്ചു. നല്ല മൂർച്ചയാ കേട്ടോ. കത്തിക്ക് നല്ല മൂർച്ചയാ, നോക്കണം. രാഗി എടുത്തോണ്ട് വന്നാ നഖം വെട്ടോ. നല്ല ചാൻസ് ഉള്ളതാണല്ലോ ഹോക്കിപ്പണിക്ക്. കാരണം കാറ്ററിംഗുകാരും കാര്യങ്ങളും എല്ലാം ഉള്ളതാണല്ലോ. പിന്നെ ഈ ഹോക്കിപ്പണിക്ക് പോകാത്തെന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പൊ ഒന്നാമതെ എനിക്ക് സ്ട്രോക്ക് ഒക്കെ വന്നിരിക്കുവായിരുന്നു. അപ്പോൾ കാലിന് ഇച്ചിരി വയ്യ. പിന്നെ റേഷൻ കട നിൽക്കുന്നുണ്ട്. പിന്നെ തടിയുടെ പോക്കറിങ്ങും പരിപാടിയൊക്കെ ഉണ്ട്. അപ്പൊ ഈ കോക്കിപ്പണിക്ക് പോയി കഴിഞ്ഞാൽ ഒരു ദിവസം പോയി കഴിഞ്ഞാൽ രാവിലെ അല്ല 5 മണിക്കൊക്കെ തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവരുടെ സൗകര്യത്തിന് നമ്മൾ നിൽക്കണം. ഇതാകുമ്പോൾ റേഷൻ കടയിലാണെങ്കിൽ നമ്മുടെ സൗകര്യത്തിന് നമുക്ക് ചാടിക്കാം. എന്റെ മുതലാളി ഒന്നും പറയാല. നോക്കറിങ് ആണേലും പോയി കഴിഞ്ഞാൽ നമ്മുടെ സൗകര്യത്തിന് നമ്മൾ പോണേ. അപ്പൊ അതുകൊണ്ടാ ഇതിന് പോകാത്ത. കഴിഞ്ഞ എന്റെ മുന്നത്തെ ഞായറാഴ്ച എന്റെ ബോട്ടല്ലേ? തിങ്കളാഴ്ച. ഇതിലേതാ ടേസ്റ്റ് ഒന്ന് ഞാനൊന്ന് നോക്കട്ടെ. എനിക്ക് തോന്നുന്നത് ബോട്ടയിലെ ഫുഡ് തന്നെയായിരുന്നു. ഞാൻ പറയാൻ പറ്റില്ല. ഞാൻ ഉണ്ടാക്കാൻ കൂടിയില്ല. നമുക്ക് നോക്കാം. ബോട്ടയിൽ അത്ര നല്ല ബോട്ട അല്ല ആയിരുന്നോ? ആർന്നു. അത് പറയാതിരിക്കാൻ പറ്റിയല്ല. ഞാൻ ഇവിടെ നിന്ന് മാനത്തൂര് നമ്മുടെ ആൾക്കാരുടെ മുഴുവൻ പറഞ്ഞു. ഞാൻ ആദ്യമായിട്ടാ ബോട്ടയിൽ യാത്ര ചെയ്യുന്നത്. കയറിയിട്ടുണ്ട്. യാത്ര അത്രയും നേരം നമ്മൾ 11:30 തുടങ്ങി. 3 മണിയും കണ്ടായി ഇറങ്ങി. 4ഓളമായി. അപ്പൊ അത് നല്ലൊരു അന്തരീക്ഷമായിരുന്നു. ഇനിയിപ്പം വിമാനത്തേലൊന്ന് കയറണം. അത് അടുത്ത മാസം ഈ ഓഫർ വരുമ്പോ ഒന്ന് കയറും. അതും കൂടെ ഒരു ആഗ്രഹമേ ഉള്ളൂ. ആനപ്പുറത്തൊക്കെ കയറിയിട്ടുണ്ട്, കുതിരപ്പുറത്ത് കയറിയിട്ടുണ്ട്. അപ്പൊ ഇനി കയറാത്ത ഈ വിമാനത്തിലും ഉള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് ഇത്തരം പരിപാടിക്കൊക്കെ പോരുന്നത്. എന്നെ അവിടെ കൊണ്ടുപോകണം കേട്ടോ. വിമാനത്തെ കയറാനോ? ചേട്ടായി ലണ്ടനിലും അമേരിക്കയ്ക്കും ഒക്കെ പോകുന്നല്ലേ കേട്ടോ. നമുക്ക് ഒന്നിച്ച് പോയേക്കാം. ആയിക്കോട്ടെ.
അടുപ്പ് കത്തിച്ച് ഇതിപ്പോ എന്നാ ഉണ്ടാക്കാൻ പോകുന്നേ ആദ്യം എന്നാ ചെയ്യുന്നേ? ഇനി ഇപ്പൊ ഈ വെള്ളം തിളച്ച് കഴിയുമ്പോ ഈ കപ്പ ചുരുക്കി ഇത് വാരി അങ്ങ് ഇടുന്നു. അത് നല്ലപോലെ വെന്ത് കഴിയുമ്പോ തിളച്ച് നല്ല ഒരു വേവായി കഴിയുമ്പോ അതിനെ കണ്ണാപ്പയ്ക്ക് കോരിയിട്ട് അടുത്ത പാത്രത്തിലോട്ട് ഇടുന്നു. എന്നിട്ട് തേങ്ങ മഞ്ഞൾ എല്ലാ കൂട്ടം കൂടി അരച്ച് പെറുക്കി കരിയാപ്പല സഹിതം അരച്ച് ഈ കപ്പയുടെ അങ്ങോട്ട് ഇടുന്നു, ഈ വെള്ളം ഊറ്റി കളഞ്ഞേച്ച്. എന്നിട്ട് ഈ ആ കപ്പ ഇതിനകത്തോട്ട് ഇടുന്നു, ഈ അരപ്പെല്ലാം കൂടെ തൊട്ട് മുകളിലിടുന്നു. എന്നിട്ടൊന്ന് മൂടി വെക്കുന്നു. ഒരു 5 മിനിറ്റ് പോലും വേണ്ട. ആ വെള്ളം പറ്റുന്ന ഇത്രയും വെള്ളം ഒഴിച്ചാൽ മതി, കാരണം കപ്പ വന്നതാണല്ലോ. എന്നിട്ട് അങ്ങ് വാങ്ങി വെക്കുന്നു. ഈ മറ്റേ തവിക്ക് നല്ലപോലെ ശരിക്കും അങ്ങോട്ട് ഇളക്കുന്നു. അപ്പൊ കപ്പ റെഡി. ഇനിയിപ്പൊ അടുത്തത് താറാവ്. ഇവിടെ ഇപ്പൊ താറാവ് എന്ന് പറഞ്ഞാലും ഇവിടെ വലിയ പ്രശ്നമില്ല. ഇറച്ചി ആണ് ഇവിടുത്തെ പ്രശ്നം. അതുകൊണ്ട് ഇപ്പൊ ഇതങ്ങ് തിളച്ച് കഴിയുമ്പോ ഇത് ഇട്ട് കഴിഞ്ഞാൽ 10 മിനിറ്റ് കൊണ്ട് കപ്പ പോകും. കപ്പ വെന്ത് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് 5 മിനിറ്റ് മതി ഇത് വേവിക്കാൻ. ഇന്നത്തെ പാത്രം എല്ലാ കൂട്ടം നമ്മൾ വണ്ടിയെ കൊണ്ടുവരുന്നത് നമ്മുടെ 2 വണ്ടിയിലെ കിടക്കുന്നേ. ബാക്കി മിക്സ് ചെയ്യുന്നൊന്നും കൊണ്ടൊന്നില്ലെന്നോ. ഇവിടെ കറണ്ടിന്റെ ഭാഗമൊക്കെ കറണ്ട് ഉണ്ടെന്ന് അറിയത്തില്ലായിരുന്നല്ലോ. കറണ്ട് ഉണ്ട്. ഉള്ളിയാൽ ഈ മലമൂട്ടി കറണ്ട് ഉണ്ടോന്ന് നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ സാധനം എല്ലാം എടുത്തോണ്ട് വന്നേ. അപ്പൊ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇവനെ വാങ്ങിയേച്ച് വേണം ഇവനെ പറ്റിയേ. അന്നേരത്തേനും എന്താണ് മീൻ കൊണ്ട് വരും, അവനെ കൂടെ വറക്കുന്നത്. പാത്രം എല്ലാം കൊണ്ട് വെച്ചിട്ടുണ്ട്. നല്ല വെളിച്ചെണ്ണക്കകത്ത് അങ്ങോട്ട് പൊള്ളിക്കും. പുഴമീൻ ഈ നീളമുള്ള സാധനം. അവരോട് പറഞ്ഞിട്ടുണ്ട്. അവര് കൊണ്ടുവരും. ഇത് ഈ കോർമ്പലെ കോർത്താ കൊണ്ടിരുന്നത്. അല്ലാതെ ചത്ത സാധനം നമ്മള് ചന്താനി മേടിക്കുന്ന ഇങ്ങോട്ടല്ല. തോട്ടി പിടിക്കുന്നുണ്ട്. ഉണ്ട്. നിങ്ങളവിടെ പോയായിരുന്നല്ലോ. തോട്ടി പിടിക്കുന്നുണ്ട് പുഴയില്. മേട്ടാ, നമ്മള് മുള്ളരിങ്ങാട്ടത്തെ തോട്ടത്തിൽ പോയി വീഡിയോ എടുത്തു. കാഞ്ഞിരമറ്റത്ത് വന്ന് വീഡിയോ എടുത്തു. കേരളത്തില്. ഇതിപ്പോ നമ്മൾ ഈ കർണാടകയില്. ഇത് ചേട്ടായുടെ സ്വന്തം തോട്ടമാണോ? എന്റെ സ്വന്തം തോട്ടമല്ല, ഇത് എന്റെ പാപ്പന്റെ തോട്ടമാണ്. പാപ്പന്റെ തോട്ടം. അപ്പൊ നോട്ടം അന്വേഷണം എല്ലാം ചേട്ടല്ല. ഞങ്ങള് ഒന്ന് കൂടുന്ന വർഷത്തില് 1-2 തവണയെങ്കിലും ഞങ്ങൾ. അപ്പൊ ഇവിടെ എത്ര സ്റ്റാഫുകളുണ്ട് പണിക്കാനും? അതിനെല്ലാം ന്യായമായിട്ട് ആൾക്കാരുണ്ട്. ഇവിടെ ഉണ്ട്. 150 ഏക്കർ സ്ഥലമാണ്. 150 ഏക്കർ സ്ഥലം. ഈ ഷെഡല്ലാതെ പണിക്കാർക്ക് കിടക്കാൻ വേറെ ഷെഡില്ല. അയ്യോ, ഇത് ഷെഡായിട്ട് കൂട്ടാനില്ല. ഇതിനെ അങ്ങ് കരോട്ടും എല്ലാം ഉണ്ട്. അപ്പം മെഷീനാണോ അത് പാല് കൊടുക്കുവാണോ നിങ്ങൾ റബ്ബർ കൂട്ടുന്നതിന്റെ? റബ്ബർ പാല് കൊടുക്കുക. ഇവിടെ പാല് റബ്ബറിന് എങ്ങനെയുണ്ട്? കൂടുതലുണ്ടോ നമ്മുടെ കേരളത്തിലേക്ക്? കേരളം പോലെ തന്നെയാണ്. കാസർഗോഡിലെ അല്ലേ അത് പൊതു കയറി വരുമ്പോ കേരളം പോലെ തന്നെയാണ്. അല്ലല്ല, എന്തായാലും നിലമ്പൂരിന്റെയോ നമ്മുടെ പാലാ കാഞ്ഞിരപ്പള്ളിയുടെ പാല് കിട്ടുകയില്ല. ഇവിടെ കവുങ്ങാണ് പിടുത്തം. അതാ ഇത്രയും കവുങ്ങ് വെച്ചേക്കുന്നത് ഇതിനകത്ത് മാത്രം. ഇത് കവുങ്ങാണ്. എന്നാന്ന് പറഞ്ഞാൽ സൂപ്പർ മണ്ണാവട്ടോ. അല്ല, കരിക്കട്ട പോലെ ഇരിക്കുന്നതെന്ന് നോക്കി. ഇതിനകത്ത് വളം ഇട്ടില്ലേലും ഇത് 100 കയറിക്കോളും. കാരണം കർണാടക മൊത്തം എന്ന് പറഞ്ഞ പോലെ കവുങ്ങിനാണ് പ്രാധാന്യം. കവുങ്ങ് വരുന്നതിന് കാരണം ചേർന്നാൽ പൊട്ടാഷ് കൂടുതലുണ്ട്. ഇവിടെ പൊട്ടാഷ് കൂടുതലുള്ള സ്ഥലമാണ്. പിന്നെ ഇപ്പം കേട് വ്യാപകമായിട്ട് കയറി വരുന്നുണ്ടായിരുന്നു. വെള്ളമൊക്കെ പറ്റുന്നതാണോ? അല്ലല്ല, വെള്ളത്തിന് ഇവിടെ ക്ഷാമമില്ല. ഇത് താഴെ പുഴയല്ലേ അല്ലേ? ഇതുണ്ടോ മൊത്തം കാപ്പി ഇട്ടിരിക്കുക. നട്ടോണ്ടിരിക്കുക. ഇതിന് ഇത്ര എരമ്പിനകത്ത് കാപ്പി വേണ്ട? കാപ്പിക്ക് 60% ഷെയ്ഡ് വേണമല്ലോ. അങ്ങനെയുണ്ടോ? 60% ഷെയ്ഡ് വേണം. എനിക്കെന്നാ അയറഞ്ചൊല്ലി 3-4 ഏക്കർ സ്ഥലം ഉണ്ട്. അതിനകത്ത് കുറെ കാപ്പി അങ്ങ് വെച്ചാലും. ഇതാണ് മുതല്, നമ്മുടെ മണിത്താറാവ് എന്ന് പറയുന്ന സാധനം. ഇപ്പൊ ഇതിനെ ഫ്രൈ ആക്കി നിങ്ങളുടെ ടേബിളിലോട്ട് അങ്ങ് തരുവാ. ചേട്ടാ, എന്തോ എല്ലാവർക്കും ഒരു ധാരണയുണ്ട്, താറാവ് എന്ന് പറയുമ്പോ എല്ലും കൂടെ ഉള്ളു, ഒരു വെള്ള നിറവാ. ഇതിലോട്ട് നോക്കി, ഇത് നമ്മുടെ പോത്തിറച്ചി മാറി നിൽക്കും. അതാണ് ഇവന്റെ ഗുണം. അപ്പൊ ആൾക്കാർക്ക് അറിയത്തില്ല. ഞാൻ എന്താ മണിത്താറാവ് ആദ്യം പൊളിച്ചു കാണുന്ന. എന്നാ കപ്പ കണ്ടോ? ആദ്യം കാണുന്ന. എന്നാ ഇനി ഇതിനെ കറി വെച്ചങ്ങ് വരുമ്പോ ഇച്ചിരി കഴിച്ചു നോക്കിട്ട് അതിന്റെ വിവരം പറയാം. ടോമേട്ടാ, ഈ ബോട്ടയിലൊക്കെ ടോമാറ്റോ കൂടുമോ ഇങ്ങനെയൊക്കെ പിറ്റിയാ? ഇല്ല. അത് മുഴുവൻ സ്റ്റാഫാ വരുന്നത്. കാരണം ചെന്നാൽ അവിടെ വരുന്നത് മുഴുവൻ ഫോറിൻകാര്, ഷെയ്ക്ക്, അങ്ങനെയുള്ള അത് ബിസിനസ്. നമ്മളുണ്ടാക്കുന്നത് കൊടുക്കാൻ പറ്റിയ. നമ്മള് വീട്ടിലുണ്ടാക്കുക, നമ്മള് മേടിച്ചോണ്ട് പോയാലോ ഒന്നുമില്ല. ഒരു സംഭവം അതിലില്ല. അത് അതിൽ തന്നെ ഫ്രഷ് ആയിട്ട് വരുന്ന സ്റ്റാഫുണ്ട്, കുക്കുണ്ട്, അതിന് മെനു ഉണ്ട്. ആ മെനു പ്രകാരം ഉള്ള സാധനങ്ങൾ കൊടുക്കും. അത് അവരുണ്ടാക്കിക്കോളും. ഫ്രഷ് ആയിട്ട് ലൈവായിട്ട് ഓരോരുത്തർക്കും അന്നു വരുന്ന സാധനങ്ങളാണ് മേടിക്കുന്നത്. അവർക്ക് എന്ത് വേണ്ടോ നല്ല സൂപ്പർ സംഭവം. അവർക്ക് താറാവ് വേണമെങ്കിൽ താറാവ്, കോഴി വേണം കോഴി, ചിക്കൻ വേണമെങ്കിൽ ചിക്കനാ.
മീൻ വേണം മീന്. അതെല്ലാം ഉണ്ട്. ഞണ്ട് വേണം ഞണ്ട്. അതാ പറഞ്ഞ കൊഞ്ച് വേണം കൊഞ്ച്. കുരുമുളക് ഇടുക, ചതച്ചാ മതി, പൊടിക്കണ്ട. ചർച്ചാവ് എന്ന് പറഞ്ഞാൽ ഇത് എന്റെ കാരണന്മാര് വരെ ഉള്ളപ്പം മേടിച്ചോണ്ട് വന്ന സംഭവം ഈ പാത്രം. ഇത് അസൽ കരിങ്കല്ലും കൊണ്ട് മതി 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 ഒരുപാട് ഇടണ്ട. ഇത് ഇങ്ങനെ അങ്ങ് ഇടിച്ചു കഴിഞ്ഞാലുണ്ടല്ലോ ഒരു സാധനം തെറിച്ചും പോവുകയില്ല. സാധാരണ നമ്മൾ അരയല്ല വെച്ചല്ലേ ഇടിക്കുന്നേ. അപ്പൊ ഇങ്ങനത്തെ കല്ല് ഉണ്ടാക്കാൻ അറിയാവോ? ഉണ്ടാക്കാറില്ല, നമ്മൾ മേടിക്കുന്ന ഇത് ഇടിക്കാൻ മാത്രമേ. ഞാൻ ഇടിച്ചു നോക്കട്ടെ. ഇടിച്ചു നോക്കിയോ ഉള്ള പാത്രം കളയല്ലോ. രൂപ മേടിക്കണം. ഇതല്ല നല്ല പരിപാടിയാണല്ലോ. ഇതിന് 250 രൂപ വിലയാ. എനിക്കിത് കൂട്ടാൻ മേടിച്ചു തരുമോ? മേടിച്ച എന്റെ വീട്ടിലിരിപ്പുണ്ട്. ഞാൻ അത് വരെയല്ല. അല്ല അത് കൂട്ടാ ഒരെണ്ണം. അത് പാലാലുണ്ടെന്നേ. അതെയോ? പാലയൊക്കെ ചേട്ടായി വണ്ടിയല്ലല്ലോ ഒരെണ്ണം മേടിച്ചോ. ശരി. നമ്മളെ കർണാടകത്തേക്ക് നമ്മളെ നാളെ അങ്ങ് പോകുമ്പോഴേ തിരിച്ചു പോകുന്ന വഴിക്ക് അവിടെ എവിടെയെല്ലാം ഉണ്ടോ ഒരെണ്ണം മേടിക്കാം. നമുക്ക് ഒന്നിച്ച് മേടിക്കാൻ. അറിയോ ഇതിന്റെ സൈസ് നോക്കി എനിക്കറിയില്ല. സൈസ് ഇത്ര ഉള്ളത് മേടിച്ചാൽ മതി. അതെയോ? എന്റെ പൊന്നു കൂട്ടുകാരെ ഇങ്ങോട്ട് നോക്കിയേ. ഇതാണ് പരിപാടി. ഇതിപ്പോ മിക്സിയിൽ മിക്സി വേണ്ട, കണ്ടോ? കറണ്ട് കാശ് വേണ്ട. ഇത് പൊടിഞ്ഞ് തരിയായി പോയി. അതാണ് പുശ്ശേരി വിനോയ്. ഇന്ന് തന്നെ മേടിക്കാം കേട്ടോ. ഇന്ന് മേടിക്കാൻ നമ്മള് നാളെ നാട്ടിൽ ചെല്ലുള്ളൂ. ചെല്ലുമ്പോഴേ മേടിക്കണം. പോണ വഴിക്ക് കിട്ടുന്നേ. ചെല്ലുമ്പോഴേ മേടിക്കണം. നാളെ തന്നെ വെക്കരുത് കേട്ടോ. പോണ വഴിക്ക് നമുക്ക് ഇത് മേടിക്കാം. മറന്നു പോകരുത്. ചെല്ലുമ്പോഴേ മേടിക്കണം. ഇല്ലെങ്കിൽ ചേട്ടായുടെ വീട്ടിൽ ഇല്ലെങ്കിൽ ഞാൻ എന്റെ വീട്ടിലെടുത്ത് തരാം. ഞാൻ പാലാനും അന്നേരം 500 രൂപ തന്നെ. അല്ല രൂപ അല്ല പ്രശ്നം. ചെല്ലുമ്പോഴേ സാധനം മേടിച്ചുതരാം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് അടിക്കുകയും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റായി താഴെ രേഖപ്പെടുത്തുകയും ചെയ്യുമല്ലോ.